ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പള്ളികളിൽ വിശുദ്ധരോടുള്ള മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടുള്ള നൊവേനകളും വണക്കമാസ പ്രാർത്ഥനകളും നാം നടത്താറുണ്ട്. വിശുദ്ധരോട് നാം മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് മറ്റ് സഭാവിഭാഗക്കാർ വിഗ്രഹാരാധന എന്ന് പറഞ്ഞ് നമ്മെ അധിക്ഷേപിക്കാറില്ലേ? ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നാം കുഞ്ഞറിവിൽ ചർച്ച ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ പൊതു പൈതൃകമാണ് വിശുദ്ധരോടുള്ള വണക്കം. വിശുദ്ധർക്ക് നൽകുന്ന വണക്കത്തെ കൊൾത്തൂസ് ദൂലിയ എന്നാണ് പരമ്പരാഗതമായ ദൈവശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ വിശുദ്ധ ജീവിതം വഴി ദൈവമഹത്വത്തിൽ പങ്കുപറ്റിയവരെ ബഹുമാനിക്കുകയും വണങ്ങുകയും ആദരം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പൊതുവായ രീതിയാണ് ഇത്. രണ്ടാം നിഖ്യ, തെന്ത്രോസ് എന്നീ സാർവത്രിക സുനോഹദസുകൾ വിശുദ്ധരോടുള്ള വണക്കത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധരുടെ രൂപങ്ങൾക്ക് നൽകുന്ന ക്രൈസ്തവ വണക്കം വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന പ്രഥമ കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല. ഒരു രൂപത്തെ വണങ്ങുന്നവർ അതിൽ ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തിയെ വണങ്ങുന്നു. തിരുസ്വരൂപങ്ങൾക്ക് നൽകുന്ന ബഹുമാനം ആദരമാർന്ന വണക്കമാണ്. ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയല്ല എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിലേക്ക് ഒരു വിശ്വാസിയെ നയിക്കുന്നതിൽ വിശുദ്ധരുടെ പങ്ക് വളരെ വലുതാണ്. തിരുസ്വരൂപങ്ങളും വിഗ്രഹങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്. തിരുസ്വരൂപങ്ങൾ ആ വ്യക്തിയെ പ്രതിനിധീകരിക്കുമ്പോൾ വിഗ്രഹങ്ങൾ അത് ഹൃദയത്തിൽ പൂജിക്കുന്നതാണ്. വിശുദ്ധരുള്ള വണക്കത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. കൊൾത്തൂസ് ഹൈപ്പർ ദൂലിയെ എന്നാണ് മാതാവിനോടുള്ള വണക്കത്തെ വിളിക്കുന്നത്. രക്ഷണീയ കർമ്മത്തിൽ മറ്റാരെയുംക്കാൾ സഹകരിച്ചത് പരിശുദ്ധ കന്യകാമറിയം ആയതിനാൽ മറിയം നമ്മുടെ പ്രത്യേക വണക്കത്തിന് അർഹയാണ്. മറ്റൊരു കുഞ്ഞറിവുമായി വീണ്ടും കാണാം. നന്ദി.